ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിൽ കഴിഞ്ഞ തവണ അവതരിപ്പിച്ച ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ്. എങ്ങനെയാണ് ആ മാജിക് നമ്മൾക്ക് കൃത്യമായി ക്ലാസ്സിൽ അവതരിപ്പിച്ച് പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് പറയാനാവുന്നത് എന്നാണ്. അപ്പോൾ ഇത് വെറൊരു മാജിക്കല്ല, കൃത്യമായി പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ തന്നെയാണ്. അതും പ്രൈമറി തലത്തിൽ, UP തലത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആൾജിബ്രയുടെ തുടക്കം അവിടെയാണ്. 6-7 ക്ലാസ്സുകളിലാണ് അക്ഷരഗണിതം, സംഖ്യകൾക്ക് പകരം അക്ഷരം ലെറ്റേഴ്സ് ചെയ്തുകൊണ്ട് AB അല്ലെങ്കിൽ X, Y ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് പ്രൈമറി തലത്തിലാണ്. തുടർന്ന് അങ്ങോട്ട് ഹൈസ്കൂൾ തലത്തിലും അതിനപ്പുറത്തേക്കും ഒക്കെ Xഉം Yയും Aയും Bയും കൊണ്ടുള്ളൊരു കളി തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് സംഖ്യകൾ വിട്ടുകൊണ്ട് നമ്മൾ അക്ഷരത്തെ സമീപിക്കുന്നത്? ഇനി അക്ഷരം തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ചിഹ്നങ്ങളോ ചിത്രങ്ങളോ എന്തായാലും മതി. അപ്പോൾ ഏറ്റവും സൗകര്യം എന്നുള്ള നിലക്കാണ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എടുക്കുന്നത്. Xഉം Yയും Aയും Bയും ഒക്കെ എടുക്കുന്നത് ആ ഒരു കാരണത്താലാണ്. ഏറ്റവും എളുപ്പം എഴുതാം, എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാള അക്ഷരം എഴുതാം, പക്ഷേ മലയാള അക്ഷരമൊക്കെ എഴുതി പിടിപ്പിക്കാനുള്ള ഓരോ അക്ഷരത്തിനും വളരെ ലളിതമായിട്ടുള്ള അക്ഷരമാണെങ്കിലും ഒക്കെ. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ്. X, Y, Z, A, B എന്നിങ്ങനെ. അപ്പോൾ അത് എത്ര എണ്ണം വേണം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ ചോദ്യം ഒന്ന് പെട്ടെന്ന് പറയാം. എന്തായിരുന്നു ആ ചോദ്യം? അതായത് നിങ്ങളുടെ വീട്ടിൽ, അതായത് മുന്നിലിരിക്കുന്ന കുട്ടികളോടാണ് പറയുന്നത്. അത് ഒരു അറിയാത്ത ഗ്രൂപ്പിലാണെങ്കിലാണ് അതിൻ്റെ രസം. അപ്പോൾ കുട്ടികളെയൊന്നും നമുക്ക് പരിചയമില്ല. അവരെവിടെ നിന്ന് വരുന്നു, എവിടെയാണ് വീട്, അവരെ പേരെന്താണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അച്ഛൻ്റെ ജോലി എന്താ, ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ ചെന്ന് കുട്ടികളെ അത്ഭുതപ്പെടുത്താൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ആദ്യം നിങ്ങളുടെ കണ്ണുകളുടെ എണ്ണം, ഇത് എഴുതാനല്ല പറയുന്നത്, മനസ്സിൽ ഓർക്കാനാണ് പറയുന്നത്. കാരണം അത്രയേ ഉള്ളൂ, മനസ്സ് കൊണ്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ, മനക്കിടക്കായിട്ട് ചെയ്യാം. കണ്ണുകളുടെ എണ്ണം എല്ലാവരും എടുത്തു കഴിഞ്ഞ് ഇനി വീട്ടിലുള്ള ആൺകുട്ടികളുടെ എണ്ണം. വീട്ടിലുള്ള ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മക്കും അല്ലെങ്കിൽ ഉമ്മക്കും ഉപ്പക്കുമുള്ള ബോയ്സ്, ആൺകുട്ടികൾ എത്ര പേരുണ്ട്? ഇത് കേൾക്കുന്ന ആൾ ആൺകുട്ടിയാണെങ്കിൽ അയാൾ ഉൾപ്പെടെ എത്ര ആൺകുട്ടികളുണ്ട്? കേൾക്കുന്നത് പെൺകുട്ടിയാണെങ്കിലോ ചേട്ടനും അനിയനുമായിട്ട് എത്ര ആൺകുട്ടികളുണ്ട്? ഇതാണ് നമ്പർ ഓഫ് ബോയ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. മാമൻ്റെ മോനോ അല്ലെങ്കിൽ ഇളയപ്പൻ്റെ മോനോ ഒന്നും അവിടെ വരില്ല, സ്വന്തം അച്ഛനും അമ്മക്കുള്ള കുട്ടികൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ്. ഏതൊക്കെ? കണ്ണുകളുടെ എണ്ണം പ്ലസ് വീട്ടിലുള്ള ആൺകുട്ടികളുടെ എണ്ണം. പിന്നീട് എന്താ ചെയ്യുന്നത്? അത് ഡബിളാക്കുകയാണ്. ഡബിളാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2 കൊണ്ട് ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. യെസ്, ഇരട്ടിയാക്കുക. അങ്ങനെ ഇരട്ടിയാക്കിയതിന് ശേഷം പിന്നെ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ കൈ ഉപയോഗിച്ച് ഒന്ന് മൂക്ക് തൊടാനാണ് പറയുന്നത്. മൂക്കിൻ്റെ എണ്ണം ശ്രദ്ധിക്കുക, മൂക്കിൻ്റെ ദ്വാരമല്ല, മൂക്കിൻ്റെ എണ്ണം അത് പ്ലസ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ വന്ന്? കണ്ണുകളുടെ എണ്ണം പ്ലസ് വീട്ടിലുള്ള ബോയ്സിൻ്റെ എണ്ണം. അത് ചെയ്തതിന് ശേഷം പിന്നെ അത് ഡബിളാക്കുന്നു, ഇരട്ടിയാക്കുന്നു. അതിനുശേഷമാണ് പ്ലസ് മൂക്ക്. യെസ്. പിന്നെ എന്താ പറയുന്നത്? നിങ്ങൾ ഏത് കൈ കൊണ്ടാണ് മൂക്ക് തൊട്ടത്? ആ കൈ ഒന്ന് നിവർത്തി നോക്കാനാണ് പറയുന്നത്. ഇതാ എൻ്റെ കൈ ഞാൻ നിവർത്തി. അപ്പോൾ കൈ നിവർത്തിയപ്പോൾ അതിലുള്ള വിരലുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഫിംഗേഴ്സ്, വിരലുകളുടെ എണ്ണം, അതൊരു നമ്പറാണല്ലോ. ആ നമ്പർ കൊണ്ട് നമ്മൾക്ക് അവസാനം കിട്ടിയ ഉത്തരത്തെ ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതായിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്? കണ്ണുകളുടെ എണ്ണം പ്ലസ് ആൺകുട്ടികളുടെ എണ്ണം. ഇത് ഡബിളാക്കി അതിൻ്റെ കൂടെ മൂക്ക് കൂട്ടിയതാണ് അപ്പുറത്തുള്ളത്. അതിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഗുണിക്കുന്നത്, നമ്പർ ഓഫ് ഫിംഗേഴ്സ്. ഏത് കൈ കൊണ്ടാണോ മൂക്ക് തൊട്ടത് ആ കൈവിരലുകളുടെ എണ്ണം. യെസ്. അപ്പോൾ ഗുണിച്ച് നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞ്
ഇനി എന്താ ചെയ്യേണ്ടത്? നേരത്തെ ആൺകുട്ടികളെ കൂട്ടിയിട്ടുള്ളൂ, പെൺകുട്ടികളെ കൂട്ടിയിട്ടില്ല. ഇനി അടുത്തത് വീട്ടിലുള്ള ഗേൾസിൻ്റെ എണ്ണം ശ്രദ്ധിക്കുക. ഇത് കേൾക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി ഉൾപ്പെടെ എത്ര പെൺകുട്ടികൾ വീട്ടിലുണ്ട്, അച്ഛനും അമ്മക്കും എത്ര പെൺകുട്ടികളുണ്ട്. കേൾക്കുന്നത് ബോയ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ചേച്ചിയും അനിയത്തിയായിട്ട് എത്ര പേരുണ്ട്, അതാണ് നമ്പർ ഓഫ് ഗേൾസ്. അപ്പോൾ അതും കൂടെ കൂട്ടുക, അവസാനം അതും കൂടെ ചേർത്ത് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു 2 അക്ക സംഖ്യ കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യ എപ്പോഴും ഒരു 2 അക്ക സംഖ്യയായിരിക്കും. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നമ്പർ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര മക്കളുണ്ടെന്നും ആൺകുട്ടികൾ എത്രയുണ്ടെന്നും പെൺകുട്ടികൾ എത്രയുണ്ടെന്നും പറയാം. ഉദാഹരണത്തിന് ഒരു കുട്ടി പറയുന്നത് 27 ആണെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികളില്ല. ഇനി മറ്റൊരു കുട്ടി പറയുന്നത് 46 ആണെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ 2 ആണും 1 പെണ്ണും 3 മക്കളുണ്ട്. ഇനി മറ്റൊരു കുട്ടി പറയുന്നത് 35 ആണെങ്കിൽ ആ വീട്ടിൽ ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ. മറ്റൊരു കുട്ടി 47 പറഞ്ഞാൽ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും 4 മക്കൾ. ഇനി 26 ആണെങ്കിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ആൺകുട്ടികളാരുമില്ല. ഈ രൂപത്തിലായിരുന്നു ഇന്നലെ ഞാൻ അവതരിപ്പിച്ചത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം പറയും, ഞാനതിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര മക്കളുണ്ടെന്നും ആൺകുട്ടികൾ എത്രയുണ്ടെന്നും പെൺകുട്ടികൾ എത്രയുണ്ടെന്നും പറയും. ഇതായിരുന്നു നമ്മൾ അവതരിപ്പിച്ച മാജിക്. ഇനി അത് എങ്ങനെയാണ് നമ്മളെ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് പറയുന്നത് എന്നാണ്, നമുക്ക് പഠിക്കാനുള്ള മാത്സ് എന്താണ്. അപ്പോൾ മാജിക്കിൻ്റെ ഒരു ഭാഗം, അത് കൃത്യമായി മാജിക്കിൻ്റെ ഒരു ഭാഗം എന്നല്ല, 90% മാത്സ് തന്നെയാണ്. യെസ്, നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ABXYZ MN ഇതൊക്കെ അക്ഷരങ്ങൾ കണക്കിലേക്ക് വരുന്നൊരു സമയമുണ്ട്. അത് LPയിലില്ല, UPയിലേക്ക് 5-6 ക്ലാസ്സിലെത്തുമ്പോൾ, 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെത്തുമ്പോൾ ഇങ്ങനെ ചില സാധനങ്ങൾ പാഠത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണും. ഇതെന്തിനാണ്? അതായത് അതുവരെ മാത്സിൽ നമ്മൾ നമ്പേഴ്സാണ്, അക്കങ്ങൾ, സംഖ്യകൾ ഇതൊക്കെയാണ് കണ്ടത്. പിന്നീടതാ ഇവരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതിനെ മലയാളത്തിൽ ചരങ്ങൾ എന്ന് പറയും. അതായത് സംഖ്യകൾക്ക് പകരം നിൽക്കുന്ന ആളാണ്. അത് സാധാരണഗതിയിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ്, ABC അല്ലെങ്കിൽ XYZ MN ഇങ്ങനെയൊക്കെ ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതിന് പകരം മലയാള ലെറ്റേഴ്സോ സംസ്കൃതമോ അല്ലെങ്കിൽ അറബിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എളുപ്പത്തിലായിരിക്കണം, ഇത് മറ്റേ ആൾക്ക് മനസ്സിലാവുന്നതും കൂടെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട്. അപ്പോൾ ലോകത്തെല്ലാ സ്ഥലത്തുള്ളൊരു ഭാഷ എന്നുള്ള നിലക്കാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല ആർക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് അക്ഷരഗണിതം, അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഗണിതം, ആൾജിബ്ര എന്ന് പറയുന്ന സാധനം, ആൾജിബ്ര. അപ്പോൾ ആൾജിബ്ര ഇതെങ്ങനെയാണ് ബന്ധപ്പെടുന്നത് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ആൾജിബ്രയായിട്ട് ബന്ധപ്പെടുന്നത്? അപ്പോൾ 1-2 കാര്യമാണ്. എന്തുകൊണ്ടാണ് അക്കങ്ങൾക്ക്, സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്? അങ്ങനെ ഒരു സന്ദർഭം വേണ്ടേ, കാണിച്ചു കൊടുക്കണ്ടേ? യെസ്, ഞാനിപ്പോൾ ഒരു ക്ലാസ് റൂമിലാണ്, എൻ്റെ മുമ്പിൽ ഒരു 50 കുട്ടികളുണ്ട്. 50 പേര് 50 വീടുകളിൽ നിന്നും വരുന്നവരാണ്. എനിക്ക് അവരുടെ വീട് എവിടെയാണെന്നോ അവരുടെ അച്ഛനമ്മമാരാരാണെന്നോ അവരുടെ പേരെന്താണെന്നോ അല്ലെങ്കിൽ അവരെത്ര മക്കളുണ്ടെന്നോ ഒന്നും, ജോലി എന്താണെന്നോ ഒന്നും അറിയില്ല. പുതിയൊരു ഗ്രൂപ്പിലാണ് ഞാൻ എത്തിപ്പെടുന്നത്. യെസ്, അപ്പോൾ ഞാൻ ഈ രൂപത്തിലാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ കണ്ണുകളുടെ നമ്പർ, അതിൻ്റെ കൂടെ വീട്ടിലുള്ള ബോയ്സിൻ്റെ നമ്പർ, അത് തമ്മിൽ കൂട്ടുക, കൂട്ടിക്കഴിഞ്ഞാൽ അത് ഡബിളാക്കുക, പിന്നീട് മൂക്കിൻ്റെ എണ്ണം കൂട്ടുക, പിന്നെയോ ഏത് കൈ കൊണ്ടാണോ മൂക്ക് തൊട്ടത് ആ കൈ തുറക്കുക, അതിലുള്ള വിരലിൻ്റെ എണ്ണം കൊണ്ട് ആദ്യം കിട്ടിയ ഉത്തരത്തെ ഗുണിക്കുക. ആദ്യമല്ല, അവസാനം കിട്ടിയ ഉത്തരത്തെ ഗുണിക്കുക. പിന്നീട് വീട്ടിലുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂട്ടുക. ഉത്തരം എത്രയാണോ അത് എന്നോട് പറയുക. എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വീട്ടിൽ എത്ര ആൺകുട്ടികളുണ്ട് എത്ര പെൺകുട്ടികളുണ്ട് എന്ന് പറയും. യെസ്,
അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം, എന്തിനാണ് നമ്മൾ അക്ഷരം ഉപയോഗിക്കുന്നത്? ഞാനത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ക്ലാസ്സിലെ ടീച്ചറാണ്. ഞാൻ ചെയ്യുന്നത്, ബോർഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്, 50 പേർക്കും കൂടി വേണ്ടി. അങ്ങനെയാണ് ഞാൻ തുടങ്ങുകയാണ്. ആദ്യം എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് ഐസ്, കണ്ണുകളുടെ എണ്ണം. ഞാൻ എത്രയാണ് ബോർഡിൽ എഴുതേണ്ടത്? 2 ആണ്. അപ്പോൾ ഞാൻ 2 എഴുതണം എന്നല്ല നിങ്ങളോട് പറഞ്ഞേ, നിങ്ങളുടെ കണ്ണുകളെ എണ്ണം എഴുതാനാണ് പറഞ്ഞത്. എനിക്കറിയാം, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് എവിടെ പോയി ഇത് പറഞ്ഞാലും എഴുതുന്ന നമ്പർ 2 ആയിരിക്കും. കാരണം എല്ലാവർക്കും സാധാരണഗതിയിൽ 2 കണ്ണാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ 2 എന്നെഴുതി. പിന്നെ 2ൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 പ്ലസ് ഏതാ കൂട്ടാൻ പറഞ്ഞേ? നമ്പർ ഓഫ് ബോയ്സ്, വീട്ടിലുള്ള ആൺകുട്ടികളെ എണ്ണാണ് കൂട്ടാൻ പറഞ്ഞത്. അപ്പോൾ വീട്ടിലുള്ള ആൺകുട്ടികളെ എണ്ണം കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കേൾക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ ആ കുട്ടി ഉൾപ്പെടെ നമ്പർ കൂട്ടണം, അല്ലാണ്ട് ഏട്ടൻ്റെ അനിയൻ്റെ മാത്രം പോരാ. യെസ്. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ നേരത്തെ കണ്ണുകളെ എണ്ണം എഴുതാൻ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് നമ്മൾ 2 എന്നെഴുതി, 2 പ്ലസ് എന്നെഴുതിയിട്ട് അവിടെ നിൽക്കുകയാണ്. ഇനി എന്താ എഴുതണ്ടേ? നമ്പർ ഓഫ് ബോയ്സ് പറഞ്ഞു. എത്രയാണ് എഴുതണ്ടേ? അപ്പോൾ ഒരു കുട്ടി പറയും 2, വേറൊരു കുട്ടി പറയും അല്ല 1, മറ്റൊരു കുട്ടി പറയേ 0 എഴുതണ്ട, എൻ്റെ വീട്ടിൽ ആൺകുട്ടികൾ ആരുമില്ല അല്ലേ? യെസ്. വേറൊരു കുട്ടിയെ അത് പറ്റില്ല, 3 എഴുതണ്ടേ. അപ്പോൾ ക്ലാസ്സിൽ കലവലയാക്കണം, ഈ ഒരു ആവശ്യത്തിന് കലവലയാക്കണം. യെസ്. അപ്പോൾ പലരും പല നമ്പറാണ് പറയുന്നത്. അപ്പോൾ ടീച്ചറെ ധർമ്മസങ്കടം പറയാണ്, ഞാൻ നിങ്ങൾ ആരെ വീട്ടിലുള്ള കാര്യം എഴുതണ്ട്? ഒരു കാര്യം ചെയ്യുക, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന എഴുതാം. ഒരാൾ എഴുതിയാൽ മറ്റേയാൾ ചൊടിക്കും, അങ്ങനെയാണെന്ന് വിചാരിക്കുക. യെസ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൂടി എഴുതാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുണ്ടാവില്ലല്ലോ, സംഖ്യ ആയിട്ടില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും അക്കങ്ങൾക്ക് പകരം മറ്റെന്തെങ്കിലും ഉപയോഗിക്കണം. അപ്പോൾ എന്താ ഉപയോഗിക്കുക? അങ്ങനെയാണ് ചരങ്ങൾ എന്നുള്ള രൂപത്തിൽ, അതായത് സംഖ്യകൾക്ക് പകരം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ് XY ABC അങ്ങനെയുള്ള MN അങ്ങനെയുള്ള അക്ഷരങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ആരതാണ് നോക്കുന്നത്? വീട്ടിലുള്ള ആൺകുട്ടികളെന്നാണ്. ആൺകുട്ടികൾ എന്നുള്ള നിലക്ക് നമുക്ക് B എഴുതാലോ. നിങ്ങൾ പലപ്പോഴും ബോർഡിൻ്റെ ഒരു മൂലക്ക് കണ്ടിട്ടുണ്ടാവും, ഇൻസ്പെക്ഷനൊക്കെ വരുന്ന സമയത്ത് സ്ട്രെങ്ത് BG, ടോട്ടൽ എന്ന് വെച്ചാൽ ഈ B ഫോർ ബോയ്സ് ആണ്, G ഫോർ ഗേൾസ് ആണ്. ഇത് നമുക്ക് പരിചയമുണ്ട്. ഇത് ബോർഡിൻ്റെ മൂലക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടികളെ കണക്ക് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ടീച്ചർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, BG ഒക്കെ. അപ്പോൾ B ഫോർ ബോയ്സ്, G ഫോർ ഗേൾസ്, ആ രൂപത്തിൽ നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 2 പ്ലസ് അവിടെ എന്താ കൊടുക്കേണ്ടത്? B ആണ്. 2 പ്ലസ് B. യെസ്. പിന്നെന്താ പറഞ്ഞേ? അത് ഇരട്ടിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലേ? ഡബിൾ ആക്കുക. ഏതിനെയാണ്? ഇവിടെയാണ് 2 പ്ലസ് ബിനെയാണ് ഇരട്ടിയാക്കേണ്ടത്. 2നെ ഇരട്ടിയാക്കാൻ നമുക്കറിയാം, 2 2 4. ബീനെ എങ്ങനെയാണ് ഇരട്ടിയാക്കുക? ഒരു സംശയമില്ല, ഇരട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 മടങ്ങാണല്ലോ. അപ്പോൾ ഒരു ബി ഉണ്ടെങ്കിൽ പിന്നെ എത്രയാവും? 2 കൊണ്ട് ഗുണിച്ചാൽ 2B. അപ്പോൾ ബീനെ ഗുണിച്ചാൽ 2 കൊണ്ട് ഗുണിച്ചാൽ 2B. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 2 4, 4 പ്ലസ് 2B എന്ന് കിട്ടി. ഈ 2B എങ്ങനെയാണ് വന്നത്? 2 ഗുണിക്കണം B, 2B. 4 എങ്ങനെയാണ് വന്നത്? 2 ഗുണിക്കണം 2, 4 എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൻ്റെ പുറത്താണ് ഈ 2. ബ്രാക്കറ്റിൻ്റെ പുറത്താവുമ്പോൾ ആ പുറത്തുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരാളെ മാത്രം ഗുണിച്ചാൽ പോരാ, 2 ആളെയും ഗുണിക്കണം. അങ്ങനെയാണ് 4 പ്ലസ് 2B എന്ന് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി എന്താ പറയുന്നത്? അതിനുശേഷം മൂക്ക് തൊടാനാണ് പറഞ്ഞത്. ഒരു സംശയം ഉണ്ടാവില്ലല്ലോ, 50 ആൾ ഒന്നിച്ച് ടീച്ചറേ 1 എന്ന് പറയും. കാരണം എന്താ? എല്ലാവർക്കും മൂക്ക് 1 ആണ്. നേരത്തെ ആൺകുട്ടികളെ എണ്ണം ചോദിച്ച പോലെയല്ല. യെസ്. അപ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? 4 പ്ലസ് 2B പ്ലസ് 1.
യെസ്, അത്രയും എഴുതി. പിന്നെന്താ ചെയ്യേണ്ടത്? ഏത് കൈ കൊണ്ടാ മൂക്ക് തൊട്ട് ആ കൈ തുറന്ന് കാണിക്കാനാണ് പറഞ്ഞത്. അതെത്രയാ? അതിലുള്ള നമ്പർ ഓഫ് ഫിംഗേഴ്സ്, വിരലുകളുടെ എണ്ണം 5 സാധാരണഗതിയിലാണ് വളരെ അപൂർവമായിട്ട് 4 വിരലുള്ളോ 6 വിരലുള്ളോ കുട്ടികൾ ഉണ്ടായേക്കാം. കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. യെസ്, അപ്പോൾ 5. അപ്പോൾ അവിടെ എന്താ ഉള്ളത്? 4 + 2b + 1 ഇതിനെ എല്ലാത്തിനെയും കൂടെ 5 കൊണ്ട് ഗുണിക്കണം. ഒരാളെ മാത്രം ഗുണിച്ചാൽ പോരാ. നേരത്തെ 2 ആളെ ഗുണിച്ച പോലെ ഇപ്പം 2 ആളല്ല 3 ആളുണ്ട്. ഏതൊക്കെയാ? 4 + 2b + 1 ഇവരെയൊക്കെ പുറത്തുള്ള 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ പുറത്താണ് 5. യെസ്, നമുക്കൊന്ന് ഗുണിച്ച് നോക്കുക. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ആദ്യം 4 5 തമ്മിൽ ഗുണിച്ചാൽ 20. 20 + 2b. 2bനെ 5 കൊണ്ട് ഗുണിച്ചാൽ നേരത്തെ ഗുണിച്ച പോലെ തന്നെ 5 2 10b ആവും. 10. അപ്പോൾ 20 + 10b + പിന്നെ 1 1 5 ഗുണിച്ചാൽ 5. അപ്പോൾ 20 + 10b + 5 ഇങ്ങനെ കിട്ടി. അപ്പോൾ ഉത്തരം ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പിന്നെ എന്താ അവസാനം പറഞ്ഞത്? അവസാനം പറഞ്ഞത് വീട്ടിലുള്ള പെൺകുട്ടികളെ എണ്ണം കൂട്ടാനാണ്, നമ്പർ ഓഫ് ഗേൾസ്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെയാണ് ബോയ്സിൻ്റെ എണ്ണം പറഞ്ഞ പോലെ ഗേൾസിൻ്റെ എണ്ണം പറഞ്ഞാൽ ക്ലാസ്സിൽ മൊത്തം പലതരത്തിലാണ് പറയുക. 2 3 1 0 ഇതൊക്കെ പറയും. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടി എഴുതാൻ ഒരു നമ്പർ ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നേരത്തെ എടുത്ത അക്ഷരം എടുത്തുകൂടാ. കാരണം ബി ഫോർ ബോയ്സ് ആണ്, ഇവിടെയോ ഗേൾസിൻ്റെ എണ്ണാണ്. അപ്പോൾ ഏതാ പറ്റിയ അക്ഷരം? അപ്പോൾ കുട്ടികൾ പറയും ജി. യെസ്, ജി ഫോർ ഗേൾസ്. അങ്ങനെയാണെങ്കിൽ +G എന്തൊക്കെയാണ് കിട്ടിയേ? 20 + 10b + 5 + G ഇങ്ങനെ നീളത്തിൽ കിടക്കുക. അപ്പോൾ ഇവരെല്ലാം കൂട്ടേണ്ടതാണ്. അവിടെയാണ് എങ്ങനെയാണ് ഇവരെ കൂട്ടുക? സംഖ്യകൾ കൂട്ടാൻ നമുക്കൊരു പ്രയാസമില്ല, അത് വേഗം കൂട്ടാം. പക്ഷേ ഇവിടെ ചില എയും ബിയും ബിയും ജിയും എല്ലാം കാണുന്നുണ്ട്. ഇവരെങ്ങനെയാണ് കൂട്ടുക? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് ഒരു പ്രയാസമില്ല. അപ്പോൾ ഇവിടെ സംഖ്യകൾ ഏതെല്ലാണ്? 20ഉം 5ഉം സംഖ്യയായിട്ടുണ്ട്. മറ്റൊന്നോ 10 എന്നുള്ളത് 10 ബി 10b ആണ് എന്ന് വെച്ചാൽ 10b ഇങ്ങനെ അടുക്കി വെച്ചതാന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അത് 10 അതൊരു സംഖ്യയല്ല. സംഖ്യകൾ തമ്മിലേ കൂട്ടാവും. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് കൂട്ടാൻ പറ്റുന്നത്? 20ഉം 5ഉം 25 എന്ന് കൂട്ടാം, ഒരു പ്രശ്നമില്ല. പിന്നെ ആരല്ല ഉള്ളത്? അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടാവോ? കൂട്ടാം, പക്ഷേ ഒരേ അക്ഷരമാണെങ്കിലേ കൂട്ടിക്കൂടും. ബി തന്നെയാണ് അപ്പുറം എങ്കിൽ ഇത് നമ്മൾ കൂട്ടാം. പക്ഷേ അപ്പുറത്ത് ജി ആണ്, ഇപ്പുറത്ത് ബി ആണ്. അപ്പോൾ ബിയും ജിയും തമ്മിൽ കൂട്ടാൻ പാടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 20ഉം 5ഉം 25 എന്ന് ഓക്കെ കിട്ടി. 25 + 10b + G ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടിയെടുക്കുകയെന്നാണ് നമ്മൾ. അപ്പോൾ ഇവിടെ നോക്ക്, ജി എന്ന് പറഞ്ഞാൽ അത് അവസാനമാണ് വന്ന്. ബിയോ 10b. അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയുടെ 10ൻ്റെ സ്ഥാനത്താണ് ബി ഉണ്ടാവുക. അപ്പോൾ ബിൻ്റെ 10 മടങ്ങായിട്ടാണ് നമ്മളെ ഉത്തരത്തിൽ ഉണ്ടാവുക. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉദാഹരണത്തിന് 37 ആണ് കിട്ടിയതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 37 - 25. ഈ 25 എവിടെ നിന്നാണ് വന്നേ? അത് മനസ്സിലാക്കണം. ഏതായി 25? 25 എന്ന് പറഞ്ഞാൽ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്ത് എടുത്ത ഉത്തരാണ്. അതെങ്ങനെയാണ്? കണ്ണിൻ്റെ എണ്ണം എല്ലാവരും ഒരേപോലെയാണ് എഴുതിയ 2. പിന്നെയോ നമ്പർ ഓഫ് ബോയ്സ് അത് കോമൺ അല്ല, അതുകൊണ്ട് നമ്മളത് തൊടുന്നില്ല. ഈ 2ൻ്റെ കൂടെ പിന്നെ നമ്മൾ ഇരട്ടിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലേ 2 4 ആയത്? ഓക്കെ, 4. പിന്നെയോ അതിൻ്റെ കൂടെ മൂക്ക് കൂട്ടിയിട്ടുണ്ട്, എല്ലാവരും കൂട്ടിയിട്ടുണ്ടല്ലോ. യെസ്, അപ്പോൾ 4 1 5 5 ആയി. പിന്നെയോ എല്ലാവരും കൈ നിവർത്തിയിട്ട് ഈ വിരലിൻ്റെ എണ്ണം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 5 ഗുണിക്കണം 5 25. ഇതാണ് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തത്.
അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഉത്തരത്തിൽ ഇതുണ്ടാവും. ഏത് 25 25 ഉണ്ടാവുമല്ലോ, 25 ഉണ്ടാവും. ആ 25 അങ്ങനെ കോമൺ ആയിട്ട് വന്നതാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 37 എന്ന് പറഞ്ഞ ഒരു കുട്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? 37 മൈനസ് 25. അപ്പോൾ 37 25 കുറച്ചാൽ എത്രയാണ്? 12 അല്ലേ? 12. ശ്രദ്ധിക്കുക, യൂണിറ്റ് പ്ലേസിൽ 2 10ൻ്റെ സ്ഥാനത്ത് 1. അപ്പോൾ ഇവിടെ അവസാനമാണ് ഗേൾസിൻ്റെ എണ്ണം ചേർത്തത് എന്നുള്ളതുകൊണ്ട് ഗേൾസിൻ്റെ എണ്ണം എപ്പോഴും യൂണിറ്റ് പ്ലേസിലാണ് വരിക. അപ്പോൾ നമുക്ക് പിന്നെ 12 അത് കുറച്ചിട്ട് കിട്ടിയത്. 2 ഗേൾസിൻ്റെ സ്ഥാനത്താണ്. എന്ന് വെച്ചാൽ 37 പറഞ്ഞ കുട്ടിയുടെ വീട്ടിൽ 2 ഗേൾസാണുള്ളത്. ഇനിയോ 10ൻ്റെ സ്ഥാനത്ത് എത്രയാണ് വന്നത്? 1. അപ്പോൾ ശരിക്ക് ആ പിന്നെ 10ൻ്റെ സ്ഥാനത്തേക്ക് പോയത് കൊണ്ടാണ് അതങ്ങനെ. അതെങ്ങനെയാണ് 10ൻ്റെ സ്ഥാനത്തേക്ക് പോയേ? ബോയ്സിൻ്റെ എണ്ണം എഴുതിയതിന് ശേഷം നമ്മൾ വീണ്ടും 5 കൊണ്ടൊക്കെ ഗുണിച്ചിട്ടുണ്ട്, ഇരട്ടിയാക്കുകയും 5 കൊണ്ട് ഗുണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉള്ളതിനെ ഇരട്ടിയാക്കുമ്പോൾ 2 മടങ്ങ്, പിന്നെയോ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 5 മടങ്ങ്. അപ്പോൾ 2 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ തന്നെ 10 അപ്പോൾ ആര് ചെയ്താലും ബോയ്സിൻ്റെ എണ്ണം 10ൻ്റെ സ്ഥാനത്തേ വരൂ. കാരണം അതിനുശേഷം മനഃപൂർവ്വം നമ്മൾ 10ൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇരട്ടിയാക്കിയതും 5 കൊണ്ട് ഗുണിച്ചതും. അങ്ങനെയാണ് അത് 10ൻ്റെ സ്ഥാനത്തേക്ക് നിൽക്കുന്നത്. ഗേൾസിൻ്റെ എണ്ണം ചേർത്തതിന് ശേഷം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗേൾസ് എപ്പോഴും യൂണിറ്റ് പ്ലേസിൽ നിൽക്കുകയാണ്, ബോയ്സ് 10ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ കിട്ടിയത് 12 ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടിയും. കിട്ടുന്നത് 27 27. അപ്പോൾ 27 മൈനസ് 25 02 എന്നാണ് കിട്ടുക. 02. അപ്പോൾ 2 പെൺകുട്ടികൾ 0 ആൺകുട്ടികൾ, എന്ന് വെച്ചാൽ ആൺകുട്ടികളില്ല. ഇനിയോ 35 35. 35 നിന്ന് 25 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10. 10. 10 എന്നല്ല 10. അപ്പോൾ ഗേൾസിൻ്റെ കൂട്ടത്തിൽ 0 പെൺകുട്ടികളില്ല. ബോയ്സിൻ്റെ എണ്ണം 1. അല്ലാതെ 10 കുട്ടികൾ എന്നല്ല. അവിടെ പിന്നെ 10ാം സ്ഥാനത്ത് ഏതാണോ അക്കം വരുന്നത് ആ നമ്പറാണ്. അപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന. അപ്പോൾ ടീച്ചേഴ്സിന് മാത്രമല്ല കുട്ടികൾക്കും ഇത് മറ്റ് ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങൾ ഒരുപാട് ക്യാമ്പുകളിലൊക്കെ പോകുന്നവരാണ്, പരിചയമുള്ളതും ഇല്ലാത്തതുമായ ഗ്രൂപ്പുകളിലേക്ക് പോകുമ്പോൾ അവരെ മുമ്പിൽ ഒരു മാജിക്കായിട്ട് അവതരിപ്പിക്കുക. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൾജിബ്ര എന്ന് പറഞ്ഞൊരു സാധനം വളരെ പ്രയാസമുള്ളതായിട്ടാണ് കുട്ടികൾ പറയുന്നത്. ആൾജിബ്രയിലേക്കുള്ള എൻട്രി ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള ഒരു മാജിക്കോട് കൂടിയാണെങ്കിൽ അങ്ങനെയുണ്ട്. ചില തുടക്കം നന്നായാൽ അങ്ങോളം നന്നാകുന്നതെന്ന് വെച്ചാൽ ഇത്രയും രസമുള്ളൊരു സാധനമാണോ ഈ ആൾജിബ്ര എന്ന് കുട്ടികൾ അത്ഭുതപ്പെടണം. അപ്പോൾ രസകരമായി പഠിക്കാനുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ടല്ല പഠിക്കേണ്ടത്. ഈ വിഷയം, ഗണിത വിഷയം ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പൊടിക്കൈ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് ടീച്ചേഴ്സാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അതുപോലെ രക്ഷിതാക്കളാണെങ്കിലും ഇനി ഇത് കുട്ടികളാണെങ്കിലും നിങ്ങളിത് പഠിച്ചതിന് ശേഷം മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് അവതരിപ്പിച്ചാൽ നിങ്ങൾ അവിടെ ഒരു ഹീറോ ആവും. യെസ്, സംശയമില്ല. കാരണം മാജിക് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ചും അത്രയൊന്നും താല്പര്യമില്ലാത്ത ഒരു കണക്ക്, ആ കണക്കിൻ്റെ വിഷയത്തിലാണ് ഈ മാജിക്കെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ പിന്നെ വളരെ വ്യക്തമായി തന്നെ ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് പാഠഭാഗവുമായി കോർത്തിണക്കുന്നത്, അതാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യം. എന്താണ് അതിൽ ഊന്നിക്കൊണ്ട് അതിലുള്ള ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് അവതരിപ്പിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്കും മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.
ബൈ.